അപ്പം ചെയ്ത സിനിമകളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഒരു അങ്കമാലി സ്ലാങ് വരുന്നുണ്ട് എന്ന്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല. അല്ല, അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? കയ്യിൽ പോയി പോട്ടെ, ഞാൻ ഞാനും സംഭവിച്ചു. അല്ല, അയ്യോ അതല്ല കുട്ടി ചോദിച്ചത്. ഏതെങ്കിലും ഡയറക്ടർ ഇതിനെ പറ്റിട്ട് എന്താ പറഞ്ഞത്? എപ്പോഴെങ്കിലും അങ്ങനെ സ്ലാങ് പിടിക്കുക അങ്ങനെ വല്ലതും പറഞ്ഞു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്തപ്പോ എന്നാ, ഐ മീൻ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ, ആ ഒരു കരയുടെ തീരത്താണല്ലോ, അപ്പൊ അവരുടെ സ്ലാങ് എന്ന് പറയുമ്പോ ഒരു വേറെ ശൈലി തന്നെ ആണോ? നമ്മള് ട്രൈ ചെയ്തിട്ടുണ്ട്. വരുമ്പോ അറിയാലോ, അപ്പൊ അറിയാൻ പറ്റും. സിനിമ ആണോ? സെപ്റ്റംബർ 13 റിലീസാണ്. കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയാം. ഈ പടത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം അല്ല, ഈ പടത്തിൽ വേറൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടു നോക്കൂ. ഉണ്ട് കാണാൻ തക്കോണം, കുറേ ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഞാൻ മുമ്പ് ഒരു കാര്യം വിട്ടുപോയി. ചേച്ചിനോട് ചോദിക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ചെയ്തെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ആന്റണി ചേട്ടനെ വെച്ച് ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായാൽ ചെയ്യുമോ? പിന്നെന്താ, അടിപൊളിയല്ലേ? ഇവനാണെങ്കിൽ എനിക്ക് സുഖമാണ്. കാരണം ഇത്രയും കമ്പനി ആയിട്ട് മറ്റേ സെറ്റിലും ടെൻഷനും ഇല്ല, സുഖമായിട്ട് പണി നടക്കും. എങ്ങനെയുള്ള ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഒരു ഒരു ആസ് എ ഡയറക്ടർ വ്യൂ ഓഫ് പോയിന്റിൽ ചേട്ടൻ എങ്ങനെയുള്ള ക്യാരക്ടർ കൊടുക്കാനായിരിക്കും ഒരു പ്ലാൻ? ഇതുവരെ ചെയ്യാത്ത ഒരു സാധനമായിരിക്കണം ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് തോന്നുന്നു പെപ്പയ്ക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ സ്ഥിരം എല്ലാവരും അടി ഇടി എന്നൊക്കെ പറയുകയാണെങ്കിലും ഐ തിങ്ക് വേറെ കുറെ ക്യാരക്ടേഴ്സ് പിടിക്കാനായിട്ടുള്ള പൊട്ടൻഷ്യലും ആഗ്രഹമുണ്ട്. സോ ഒരു എന്താണ്, ഒരു നൈസ് ചോക്ലേറ്റ് ബോയ് ഒക്കെ ആയിട്ടൊക്കെ നല്ല രസമായിരിക്കും. പഴയ നിറം അത് ഒരു അല്ല, എന്തായാലും ഒരു രാജമല്ലി പാടി ബാക്കി അല്ല, ഞാൻ ചോക്ലേറ്റ് ബോയ് എന്ന് ഉദ്ദേശിച്ച ഒരു നൈസ് ഒരു റൊമാൻറ്റിക് ഒരു കോമഡി ഒക്കെ അടിച്ച് നമ്മുടെ പണ്ടത്തെ ലാലേട്ടന്റെ ഒക്കെ ചിത്രങ്ങളുണ്ടല്ലോ, അതന്നെ ക്യൂട്ട് പെപ്പെ. ഓക്കെ, അതെ, ഞങ്ങളും കാണാൻ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഒരു ക്യാരക്ടറോട് കൂടി ചേച്ചി ഡയറക്ട് ചെയ്ത അടിപൊളിയായിരിക്കും. ആയിക്കോട്ടെ, നിങ്ങളിപ്പോ സിനിമ എല്ലാം തീരുമാനിച്ചല്ലോ, ഇനി പ്രൊഡ്യൂസറിനെ കൂടെ തപ്പിത്തായിരിക്കും, ഒരു കഥയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അല്ല, ഇപ്പൊ പൊതുവെ ഇപ്പൊ ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ഷൻ ഇങ്ങനെയാണല്ലോ ഇപ്പൊ പോകുന്നത്. എങ്ങനെ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല, അഭിനയിച്ച് കഴിയുമ്പോ നമ്മളൊന്ന് പ്രൊഡക്ഷനിലോട്ട് തിരിയും, പ്രൊഡക്ഷനിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഡയറക്ഷനിലോട്ട് തിരിയും. അങ്ങനെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മറ്റേത് കൊടുക്കണ്ടായിരുന്നു. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൊണ്ടലില് ഇതേപോലെ ബോട്ടില് ആരെങ്കിലും ചളി പറഞ്ഞാൽ എല്ലാരും കൂടി ബോട്ട് മൊത്തം കടലിൽ വെച്ച് ബോട്ട് മൊത്തം ഇവിടെ ഷൂട്ട് അയാള് മാത്രം ബാക്കി എല്ലാവരും കൈയടിക്കും. പലതരം എന്റർടൈൻമെന്റുകളായിരുന്നു അവിടെ, വേറെ പണിയില്ലല്ലോ. അല്ല, പക്ഷെ അതാണ് ഇവർ ഈ കടലിൽ നടന്ന കഥകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ സത്യമായിട്ടും സങ്കടം തോന്നും. കാണാൻ പറ്റിയില്ലല്ലോ ഇവരോട്, അവിടെ ഒരു ദിവസമെങ്കിലും പോയി എന്താ ചെയ്തതെന്ന് കാണാൻ. അല്ലാതെ കയറ അവിടെ തന്നെ ഉണ്ട്. ബ്ലാക്ക് ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ചവരുണ്ട്. ബ്ലാക്ക് ക്ലോത്തോ? അത് വേറൊരു ജീവിതം എല്ലാം ഒന്നും സമയം പറയാൻ പറ്റില്ല.